പത്തരംമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ സ്വർണ്ണം കടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഈ പ്രതിയെ പിന്നെ എത്രയും പെട്ടെന്നാണെങ്കിൽ ചോദ്യം ചെയ്തിട്ടാണെങ്കിൽ അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ലിസ്റ്റൊക്കെ സഹിതം എനിക്ക് തരണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നന്ദു തന്നെ ഈ പ്രതിയെ ചോദ്യം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു പറയുന്നുണ്ട്, അതിന് ഇപ്പോഴാണെങ്കിൽ ഈ പ്രതിയുടെ ഹെൽത്ത് കണ്ടീഷൻസൊക്കെ വെച്ചിട്ടാണെങ്കിൽ ഇപ്പം നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്നൊരവസ്ഥയല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, എന്തായാലും കുറച്ച് മയമൊക്കെ കാണിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ ആ പോലീസ് ഓഫീസർ പറയുന്നുണ്ട്, ഇങ്ങനെയല്ലല്ലോ നന്ദുവിൻ്റെ പെരുമാറ്റം. നന്ദു ആണെങ്കിൽ ആരെ കൈ കിട്ടിയാലും അവർ ഇടിച്ചാണെങ്കിൽ അപ്പോൾ തന്നെ എല്ലാം തെളിയിക്കുന്ന ഒരു ക്യാരക്ടറാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെന്തോ കുടുംബക്കാർക്ക് വേറൊരു ന്യായം, മറ്റുള്ളവർക്ക് വേറെ ന്യായമാണെന്നൊക്കെ ഓഫീസർ ചോദിക്കുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, എനിക്ക് കുടുംബക്കാരെ വേറൊന്നും എനിക്കില്ല സാറേ, പക്ഷേ നമ്മളാണെങ്കിൽ ഇപ്പോൾ പ്രതിയുടെ ഈ ശാരീരികാവസ്ഥ നമ്മളൊന്ന് പരിഗണിക്കണമെന്നല്ലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ മറ്റേ ഓഫീസർ പറയുന്നുണ്ട്, എന്നാൽ ശരി, ഇവളെയല്ലേ ഇപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റാതെ, ഇവരെ ചോദ്യം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് അവനെ ആണെങ്കിൽ പിടിച്ചിട്ട് അവൻ്റെ അടുത്ത് നിന്നാണെങ്കിൽ എല്ലാ ഫുള്ള് വിവരങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം അന്വേഷിച്ചിട്ടാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ആ ഡ്രൈവറെ ആണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നയനെ ചോദിക്കുന്നുണ്ട്, സാർ എന്തായി കാണിക്കുന്നത്, സാറാണെങ്കിൽ സത്യാവസ്ഥകളും കാര്യങ്ങളും ഒന്നും അന്വേഷിക്കാതാണ് ഒരാൾ ഇങ്ങനെയായിട്ട് അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുന്നുണ്ട്, നീ ആരടി എന്നെ ചോദ്യം ചെയ്യാൻ, നീ ആരടി, നീ നിൻ്റെ അനിയത്തിയുടെ അടുത്ത് ചോദ്യം ചെയ്താൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ നന്ദുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവളുടെ അടുത്താണെങ്കിൽ ചോദ്യം ചെയ്യാനല്ലേ ഉള്ളൂ, ഇവളുടെ അടുത്ത് പാടും കാര്യങ്ങളും, ഇവളെ പിടിച്ച് അകത്ത് ലോക്കപ്പിൽ ഇടാൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. എന്തായാലും ഇവരിപ്പം രണ്ടുപേരെയും പിടിച്ച് ലോക്കപ്പിലാക്കുന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആ നയനെയും ആ ഡ്രൈവറെയൊക്കെ പിടിച്ച് ലോക്കപ്പിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ നമ്മൾ നന്ദു ആണെങ്കിൽ പെട്ടെന്നാണെങ്കിൽ ഈ വിവരങ്ങൾ നമ്മൾ നവീൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നവീൻ്റെ അടുത്ത് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നില്ല, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി മാത്രമേ പറയുന്നുള്ളൂ. അങ്ങനെ നമ്മൾ നവീനാണെങ്കിൽ നേരെ പിന്നെ പോകുന്നുണ്ട് കേട്ടോ, പോലീസ് സ്റ്റേഷനിലോട്ടേക്ക് വരുന്നുണ്ട്. വന്നിട്ടാണെങ്കിൽ നേരെ കയറി ആ സാറിനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. നവീനാണെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തായി കാണിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് തെളിവാണ് നിങ്ങൾക്ക് കിട്ടിയത്, നിങ്ങൾക്ക് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ എന്ത് റൈറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നിങ്ങൾ അറസ്റ്റ് ചെയ്തും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു തെളിവുകളും ഇല്ലാതെ നിങ്ങൾ നേരെ പിടിച്ച് ലോക്കപ്പിലിടുകയാണോ വേണ്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്, പിന്നെ ഞാനാണെങ്കിൽ എല്ലാ തെളിവുകളും കൂടി തന്നെയാണ് ഞാൻ അവരെ അറസ്റ്റ് ചെയ്തത്. കാര്യം നമ്മളെ പരിധിക്ക് അല്ലാത്ത രീതിയിൽ ഇത്രയും സ്വർണ്ണങ്ങളും കാര്യങ്ങളൊക്കെ അവരെ വണ്ടിയിൽ നിന്ന് തന്നെ ഞാൻ പിടിച്ചെടുത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് പിന്നെ ഞാൻ എന്താ വേണം, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ലോക്കപ്പിലിടാതെ പിന്നെ ഞാൻ എൻ്റെ സീറ്റിൽ കൊണ്ടിരുത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നവീൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ കറക്റ്റ് റൂളും കാര്യങ്ങളൊക്കെ അനുസരിച്ച് തന്നെയാണോ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരരുതെന്നൊക്കെ പറയുന്നുണ്ട്. നവീൻ ചോദിക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾ അവരെ വിടത്തില്ലെന്ന് എന്തായാലും ഉറപ്പാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ പോലീസുകാരൻ പറയുന്നുണ്ട്, എനിക്ക് തെളിവുകൾ സഹിതമാണ് എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്, അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ അവരെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, അവരെ ഞാൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഇന്ന് എന്തായാലും ഇവിടെ സെല്ലിൽ ഞാൻ കിടത്തിയിട്ടാണെങ്കിൽ അവരെ ഞാൻ നാളെ കോടതിയിൽ ഹാജരാക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, ശരി എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, എന്തായാലും ഞാനും ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. നവീൻ പറയുന്നുണ്ട്, എന്തായാലും കോടതിയിൽ വെച്ച് നമ്മൾ കാണുമ്പോഴും ഈ ഒരു ചങ്കുറപ്പ് അവിടെയും കാണാം, എൻ്റെ ചോദ്യങ്ങൾക്കാണെങ്കിൽ പതറാതെ തന്നെ ഉത്തരം പറയണമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നവീൻ അവിടുന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ ആ പോലീസുകാരെ ചെറുതായിട്ടൊന്ന് ടെൻഷൻ ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവർ വേറെ എന്തെങ്കിലും വെച്ച് കേസൊക്കെ വാദിക്കുമെന്നൊക്കെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാര്യം വെച്ചാൽ ഏറ്റവും വലിയ വക്കീലും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മികച്ചൊരു വക്കീലിൻ്റെ കൊച്ചുമോനും ഒക്കെ ആയതുകൊണ്ട് ഇനി അതുമല്ല ഇവരെയാണ് ഇപ്പോൾ എല്ലാ കേസുകളും വാദിച്ച് ജയിക്കുകയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇനി അതിനോട്ട് എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, എൻ്റെ ജോലിയിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമോ, അതുപോലെ തന്നെ എനിക്ക് മേലുള്ള ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ പിന്നെ നമ്മൾ നവീനാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നാണെങ്കിൽ പുറത്തോട്ട് പോകുന്ന സമയത്ത് ആദർശാണെങ്കിൽ വരുന്നുണ്ട് കേട്ടോ. ആദർശാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണെങ്കിൽ ആദർശാണെങ്കിലും സ്റ്റേഷനിലോട്ട് പെട്ടെന്ന് വരുന്നുണ്ട്. ആദർശാണെങ്കിലും നവീനെ കണ്ടാണെങ്കിലും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്തായാലും നീ ആണെങ്കിൽ ഇവിടെ എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോഴാണ് കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവീൻ പറയുന്നുണ്ട്, എൻ്റെ അടുത്താണെങ്കിൽ നന്ദു വിളിച്ച് പറഞ്ഞ ആ സമയത്താണ് ഞാൻ ഇവിടെ എത്തി. പിന്നെ ആണെങ്കിൽ ആദർശേട്ടനെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു, പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണെങ്കിൽ ആദർശേട്ടനെ വിളിക്കാമെന്ന് ഞാൻ വിചാരിച്ചെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശൻ്റെ അടുത്താണെങ്കിൽ നവീൻ പറയുന്നുണ്ട്, എന്തായാലും ആദർശേട്ടൻ ഇന്നത്തേക്ക് ഒരു ദിവസത്തേക്കാണെങ്കിലും ക്ഷമിച്ചേ പറ്റത്തുള്ളൂ, നയനേട്ടത്തേക്കാണെങ്കിൽ ഇന്നത്തേക്ക് ഒരു ദിവസം ഇവിടെ ലോക്കപ്പിൽ കിടക്കേണ്ടി വരുമെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ ആദർശ് പറയുന്നുണ്ട്, ഇല്ലടാ അതൊരിക്കലും പറ്റത്തില്ല, നയനയാണെങ്കിൽ ഇവിടെ ലോക്കപ്പിൽ കിടത്താൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആദർശ് പറയുന്നുണ്ട്, എന്തായാലും ഞാനാണെങ്കിൽ തെറ്റേറ്റ് പറയാൻ പോവാന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, വിഡ്ഢിത്തരമാണ് നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്ത് തെറ്റാ ഏറ്റു പറയാൻ പോകുന്നതെന്നൊക്കെ നവീൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നവീൻ പറയുന്നത്, ഒരു കാരണവശാലും അങ്ങനെ തെറ്റേറ്റ് പറയരുത്, കാര്യം ചിലപ്പോൾ നിങ്ങൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടുമില്ല, പിന്നെ അതുമല്ല ഇപ്പോൾ അവിടെ ചെന്ന് ഇങ്ങനെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രണ്ടുപേരെയും കൂടെ പിടിച്ച് അവർ സെല്ലിൽ ഇടുമെന്നൊക്കെ പറയുന്നുണ്ട്, പിന്നെ നമുക്ക് കേസ് അത്ര എളുപ്പമായിരിക്കത്തില്ല എന്നൊക്കെ നവീൻ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു ദിവസത്തേക്ക് എന്തായാലും ക്ഷമിച്ചേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ
നമ്മൾ ആദർശിനെ കൊണ്ട് എങ്ങനെയൊക്കെ നവീൻ സമ്മതിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആദർശാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ ആണെങ്കിലും ആ ഒരു ദിവസത്തേക്ക് വേണ്ടി ക്ഷമിച്ച് സഹിച്ചൊക്കെ നമ്മൾ ആദർശം നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊക്കെയുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.